അമരാവതി തലസ്ഥാന പദ്ധതിക്കായി ആന്ധ്രയ്ക്ക് 4200 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ലോകബാങ്കിൽ നിന്ന് $205 ബില്യൺ ആദ്യ വിതരണം ലഭിച്ചതിന് ശേഷമാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. ലോകബാങ്കും ഏഷ്യൻ വികസന ബാങ്കും $800 മില്യൺ വീതം വാഗ്ദാനം ചെയ്തിരുന്നു. ആകെ $1.6 ബില്യൺ അഥവാ 13,600 കോടി രൂപ എന്നതാണ്. ബാക്കി 1,400 കോടി രൂപ കേന്ദ്രം സംഭാവന ചെയ്യുമെന്നും അങ്ങനെ ഒന്നാം ഘട്ടത്തിലെ ആകെ തുക എന്ന് പറയുന്നത് 15,000 കോടി രൂപയാകുമെന്നതും വ്യക്തമാണ്. അതേസമയം അമരാവതിയുടെ വികസനത്തിനായി 15 കോടി രൂപ അനുവദിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. 1 ലക്ഷം കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന അമരാവതി തലസ്ഥാനത്തിന്റെ നിർമ്മാണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിലിൽ പുനഃസ്ഥാപിക്കുമെന്ന് ആന്ധ്രാപ്രദേശ് ചീഫ് സെക്രട്ടറി കെ വിനയാനന്ദ് അടുത്തിടെ പറഞ്ഞിരുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തുക അനുവദിച്ചിരിക്കുന്നതും. ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന സർക്കാരാണ് BJP സർക്കാർ. എന്തിനും മനസ്സറിഞ്ഞു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാനമന്ത്രിയുടെ ശ്രമഫലമാണ് ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന വികസനമെന്നും പറയാതെ വയ്യ. ലോകബാങ്ക് രേഖകൾ പ്രകാരം പദ്ധതി ഔദ്യോഗികമായി ജനുവരി 22 ആരംഭിച്ചതാണ്. ആദ്യ വിതരണം കഴിഞ്ഞ മാസമാണ് നടത്തിയതും. ഈ ആകെയുള്ള 15,000 കോടി രൂപയിൽ ലോകബാങ്കും അതുപോലെ ADBയും കേന്ദ്രവും തമ്മിൽ ഒരു വിഹിതമുണ്ട്. അതിനാൽ ഏപ്രിൽ 1 കേന്ദ്രത്തിൽ നിന്ന് ആകെ 4,285 കോടി രൂപ ലഭിച്ചു എന്നതാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നതും. കേന്ദ്രത്തിന്റെ വിഹിതത്തിന്റെ 25% മൊബിലൈസേഷൻ അഡ്വാൻസ് ആയി മുൻകൂറായി നൽകുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭാവിയിലെ പണമിടപാടുകളിൽ സംസ്ഥാനത്തിന്റെ പുരോഗതിയെയും അതുപോലെ തന്നെ ബില്ലുകളുടെയോ ഉപയോഗ സർട്ടിഫിക്കറ്റുകളുടെയോ ഒക്കെ തന്നെ സമർപ്പണത്തിലും ആശ്രയിച്ചിരിക്കുന്നതായും വ്യക്തമാക്കുന്നു. രണ്ടാം ഘട്ടത്തിന് സമയമെടുക്കുമെന്നും പണികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്നതിനാൽ തന്നെ കുറഞ്ഞത് 6 മാസമെങ്കിലും എടുക്കുമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പരാതികൾ കൈകാര്യം ചെയ്യാൻ ലോകബാങ്കിനും IDBക്കും സ്വതന്ത്ര സംവിധാനങ്ങളുണ്ട് എന്നും ഈ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ട്. 2 ബാങ്കുകളിൽ നിന്നുള്ള 6 അംഗ സംഘം കഴിഞ്ഞ മാസം അമരാവതി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അവരുടെ കണ്ടെത്തലുകളിൽ അവർ സംതൃപ്തരാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ലോകബാങ്കിന്റെ ഒരു വിഭാഗമായ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് $800 മില്യൺ നൽകുന്നുണ്ട്. രേഖകൾ പ്രകാരം സാമ്പത്തിക കാര്യ വകുപ്പാണ് കടം വാങ്ങുന്നതും. ആന്ധ്രാപ്രദേശ് മൂലധന മേഖലാ വികസന അതോറിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലയോടുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായി ഹൗറ മുതൽ ചെന്നൈ വരെയുള്ള നിലവിലുള്ള റെയിൽവേ ലൈനിന്റെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു മിച്ചിലപട്ടണം മുതൽ അമരാവതി വരെ ഒരു പുതിയ റെയിൽവേ ലൈൻ അനുവദിക്കണമെന്നതും നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ നമോ ഭാരത് സംരംഭത്തിന്റെ ഭാഗമായി വിശാഖപട്ടണത്തിനും നെല്ലൂരിനും ഇടയിലുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, അമരാവതി എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സാമ്പത്തിക ചതുർഭുജം വികസിപ്പിക്കുന്നതിന് അതിവേഗ റെയിൽ ഇടനാഴി വികസിപ്പിക്കുന്നതിനും അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം ആന്ധ്രാപ്രദേശിൽ ഉടനീളമായി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനും ഇത് എത്രയോ വേഗം നടപ്പിലാക്കുന്നതിനും മുൻഗണന നൽകണമെന്നും നായിഡു വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.